ആലുങ്കൽക്കടവിലെ പുതിയ കോൺക്രീറ്റ് പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും ശങ്കരൻ അപ്പൂപ്പൻ തന്റെ പഴയ വഞ്ചി അവിടെ തന്നെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ആളുകളെല്ലാം ഇപ്പോൾ ആർത്തി വിളിച്ച് പുതിയ പാലത്തിലൂടെ ബൈക്കുകളിലും കാറുകളിലും പാഞ്ഞുപോകുന്നു. വർഷങ്ങളോളം ആലുങ്കൽ പുഴയുടെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് ആളുകളെ സുരക്ഷിതമായി എത്തിച്ചിരുന്നത് ശങ്കരൻ അപ്പൂപ്പന്റെ കൈക്കരുത്തായിരുന്നു. മഴയായാലും വെയിലായാലും ആ തുഴച്ചിൽ നിന്നിരുന്നില്ല. എന്നാൽ ഇന്ന് ആ പാലത്തിന്റെ നിഴലിൽ തന്റെ വഞ്ചിയിലിരുന്ന് അപ്പൂപ്പൻ പുഴയിലേക്ക് നോക്കി നിശബ്ദനായിരുന്നു. അപ്പൂപ്പന്റെ കൈകളിൽ തുഴയുണ്ടായിരുന്നില്ല. പകരം ആരെങ്കിലും ഒറ്റയൊരാൾ തന്റെ വഞ്ചിയിൽ കയറാൻ വരുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം വഴിക്കണ്ണുമായി നോക്കിയിരിക്കുന്നു. "അപ്പൂപ്പ, ഇനി എന്തിനാ ഈ വെയിലത്ത് ഇങ്ങനെ ഇരിക്കുന്നത്? ആരും ഇനി വഞ്ചിയിൽ വരാൻ പോകുന്നില്ല. എല്ലാവർക്കും പാലമില്ലേ?" വഴിപോക്കനായ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു ചോദിച്ചു. ശങ്കരൻ അപ്പൂപ്പൻ അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. മറുപടിയൊന്നും പറഞ്ഞില്ല. ഉച്ചവെയിൽ ആറി. വൈകുന്നേരത്തെ കുളിർക്കാറ്റ് വീശാൻ തുടങ്ങി. പാലത്തിലൂടെ ആളുകൾ ചിരിച്ചും കളിച്ചും നടന്നു പോകുന്നുണ്ട്. എന്നാൽ താഴെ പുഴയുടെ ഓരത്ത് ആ വൃദ്ധൻ തൻ്റെ വഞ്ചിയിൽ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത, ഇനി ഒരിക്കലും തൻ്റെ വഞ്ചിയിലേക്ക് ചുവടുവെക്കാത്ത ആ അവസാനത്തെ യാത്രക്കാരന് വേണ്ടി. വഞ്ചിയിലെ തടിയുടെ മണം പിടിച്ചും ഓളങ്ങളുടെ താളം കേട്ടും ഒരായുസ്സ് മുഴുവൻ തീർത്തയാൾക്ക് ആ പാലം വെറുമൊരു കോൺക്രീറ്റ് കഷ്ണമല്ല, തൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തിയ ഒരു മതിൽക്കെട്ടായിരുന്നു. എന്നാലും പുഴയെയും തൻ്റെ വഞ്ചിയെയും പിരിഞ്ഞു പോകാൻ ആ മനസ്സ് അനുവദിച്ചില്ല. സൂര്യൻ അസ്തമിക്കാറായി. പുഴയിലെ വെള്ളത്തിന് സ്വർണ്ണ നിറം വന്നു. അപ്പൂപ്പൻ പതുക്കെ എഴുന്നേറ്റ് വഞ്ചിയിൽ കെട്ടിയിരുന്ന കയറിലേക്ക് നോക്കി. താൻ കാത്തിരിക്കുന്ന ആ യാത്രക്കാരൻ മറ്റാരുമല്ല, തൻ്റെ പഴയകാല ഓർമ്മകൾ മാത്രമാണെന്ന് ആ വൃദ്ധൻ തിരിച്ചറിയുകയായിരുന്നു.